ചന്ദ്രയാൻ ഒന്നിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം എം അണ്ണാദുരൈ. ചന്ദ്രയാൻ ഒന്നിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുമ്പോൾ ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ കെ കസ്തൂരിരംഗൻ. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ ജി മാധവൻ നായർ. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്ത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ? ഉത്തരം ഡോക്ടർ കെ രാധാകൃഷ്ണൻ. ചന്ദ്രയാൻ 1 ഭ്രമണപഥത്തിൽ എത്തിച്ച പേടകം? ഉത്തരം PSLV C-11. ചന്ദ്രയാൻ 1 ഭാരം? ഉത്തരം 1380 കിലോഗ്രാം. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരായിരുന്നു? ഉത്തരം AB വാജ്പേയി. മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലം? ഉത്തരം ഷാക്കിൾട്ടൺ ഗർത്തം. 2008 നവംബർ 14 ഇത് പതിച്ചത്. ചന്ദ്രയാനിലുണ്ടായിരുന്ന നാസയുടെ മൂൺ മിനറോളജി മാപ്പർ എന്ന പേടകം ചന്ദ്രനിൽ ധാരാളം ജലം ഉണ്ടെന്ന് കണ്ടെത്തിയ ദിവസം? ഉത്തരം 2009 സെപ്റ്റംബർ 24. ചന്ദ്രയാൻ 1 സഹകരിച്ച വിദേശ രാജ്യം? ഉത്തരം അമേരിക്ക. ചന്ദ്രനിലെ മഞ്ഞുപാളികൾ കണ്ടെത്തിയ ഉപകരണം? ഉത്തരം മിനിസാർ. ചന്ദ്രയാൻ 1 ഇന്ത്യൻ നിർമ്മിത പേലോഡുകൾ ഏതെല്ലാമായിരുന്നു? ഉത്തരം ടെറൈൻ മാപ്പിംഗ് സ്റ്റീരിയോ ക്യാമറ, ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ക്യാമറ, ലൂണാർ ലേസർ റേഞ്ചിംഗ് ഇൻസ്ട്രുമെന്റ്, ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, മൂൺ ഇമ്പാക്ട് പ്രോബ്. ചന്ദ്രയാൻ 1 വിദേശ നിർമ്മിത പേലോഡുകൾ ഏതെല്ലാമായിരുന്നു? ഉത്തരം എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ആറ്റം റിഫ്ലക്റ്റിംഗ് അനലൈസർ, റേഡിയേഷൻ ഡോസ് മോണിറ്റർ, മിനിയേച്ചർ സിന്തറ്റിക് അപ്പർച്ചർ, മിനറോളജി മാപ്പർ, റഡാർ. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലാംശം ഉള്ളതായി ചന്ദ്രയാൻ 1 കണ്ടെത്തിയതായി 2009 സെപ്റ്റംബറിൽ സ്ഥിരീകരിച്ച അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി ഏതായിരുന്നു? ഉത്തരം നാസ. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ജലാംശത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകിയ ചന്ദ്രയാൻ 1 നാസ ഘടിപ്പിച്ചിരുന്ന പരീക്ഷണ ഉപകരണം ഏതായിരുന്നു? ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. ചന്ദ്രയാൻ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജം ലഭിക്കുന്നത് എന്തിൽ നിന്നായിരുന്നു? ഉത്തരം സൂര്യൻ. സൂര്യപ്രകാശത്തിന്റെ അഭാവത്തിൽ ചന്ദ്രയാന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആരായിരുന്നു? ഉത്തരം ലിഥിയം അയൺ ബാറ്ററി. എത്ര ബഹിരാകാശ പേടകങ്ങളുമായിട്ടാണ് ചന്ദ്രയാൻ 1 യാത്ര തുടങ്ങിയത്? ഉത്തരം 11. ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമാണ് ചന്ദ്രയാൻ? ഉത്തരം 68. ഭാരതത്തിന്റെ ത്രിവർണ പതാകയുമായി ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിച്ച ചന്ദ്രയാനിലെ പേടകം? ഉത്തരം മൂൺ ഇമ്പാക്ട് പ്രോബ്. ചന്ദ്രയാനിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ പേലോഡുകളുടെ എണ്ണം? ഉത്തരം 5. ചന്ദ്രനിലേക്കുള്ള ഇന്ത്യയുടെ രണ്ടാമത്തെ ദൗത്യം? ഉത്തരം ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2 വിക്ഷേപണ തീയതി? ഉത്തരം 2019 ജൂലൈ 22 ഉച്ചയ്ക്ക് 2:43. ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം? ഉത്തരം GSLV മാർക്ക് 3. GSLV മാർക്ക് 3യുടെ ഉയരം 43.43 മീറ്റർ. ഇന്ത്യയുടെ ബാഹുബലി എന്ന് അറിയപ്പെടുന്ന വിക്ഷേപണ വാഹനമാണ് GSLV മാർക്ക് 3. ISROയാണ് ബാഹുബലി എന്ന വിശേഷണം GSLV മാർക്ക് 3ക്ക് നൽകിയത്. ചന്ദ്രയാൻ 2 ലക്ഷ്യം?
ഉത്തരം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പര്യവേഷണം നടത്തുക. ചന്ദ്രയാൻ 2 ദൗത്യം അംഗീകരിച്ച സമ്മേളനം. ഉത്തരം. 2008 സെപ്റ്റംബർ 18 നടന്ന യൂണിയൻ ക്യാബിനറ്റ് സമ്മേളനം. ചന്ദ്രയാൻ 2 വിക്ഷേപണ സ്ഥലം. ഉത്തരം. സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ 2 വിക്ഷേപണത്തിൽ ഇന്ത്യയെ സഹായിച്ച രാജ്യം. ഉത്തരം. റഷ്യ. ചന്ദ്രയാൻ 2 ഉപയോഗിച്ച ഇന്ധനം. ഉത്തരം. UDMH. ചന്ദ്രയാൻ 2 ഭാരം. ഉത്തരം. 3850 കിലോഗ്രാം. ചന്ദ്രയാൻ 2 നിർമ്മാണത്തിന് ചിലവായ തുക. ഉത്തരം. 978 കോടി രൂപ. ചന്ദ്രയാൻ 2 പ്രൊജക്ട് ഡയറക്ടർ. ഉത്തരം. M വനിത. ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ. ഉത്തരം. ഋതു കൃതാൽ. ചന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ. ഉത്തരം. K ശിവൻ. ചന്ദ്രയാൻ 2 എത്ര പേലോഡുകളാണ് ഉണ്ടായിരുന്നത്? ഉത്തരം. 13. ചന്ദ്രയാൻ 2 പ്രധാനമായും എത്ര ഭാഗങ്ങളുണ്ട്? ഉത്തരം. 3 ഭാഗങ്ങൾ. ഓർബിറ്റർ, വിക്രം, പ്രാഗ്യാൻ. ഓർബിറ്റർ അല്ലെങ്കിൽ ലൂണാർ. ചന്ദ്രനെ വലയം ചെയ്യുന്നത് ഓർബിറ്റർ ആണ്. ഇതിന്റെ ആയുസ് 1 വർഷമാണ്. വിക്രം അല്ലെങ്കിൽ ലാൻഡർ. ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഇറങ്ങുന്ന ലാൻഡർ ആണ് വിക്രം. ലാൻഡറിന് വിക്രം എന്ന പേര് നൽകിയത് വിക്രം സരാഭായുടെ സ്മരണയ്ക്കായാണ്. സോഫ്റ്റ് ലാൻഡിംഗ് എന്ന രീതിയിലാണ് ചന്ദ്രനിൽ വിക്രം ഇറക്കുവാൻ ശ്രമിച്ചിരുന്നത്. പ്രാഗ്യാൻ അല്ലെങ്കിൽ റോവർ. ചന്ദ്രയാൻ 2 റോവർ എന്നറിയപ്പെടുന്ന പര്യവേഷണം നടത്തുന്ന ഭാഗമാണ് പ്രാഗ്യാൻ. പ്രാഗ്യാൻ എന്ന റോവറിന് 6 ചക്രങ്ങളുണ്ട്. 14 ദിവസമാണ് പ്രാഗ്യാന്റെ പ്രവർത്തനകാലം. പ്രാഗ്യാൻ എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം അറിവ് എന്നാണ്. ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനമായ GSLV Mark 3 മിഷൻ ഡയറക്ടറായ മലയാളി. ഉത്തരം. J ജയപ്രകാശ്. ചന്ദ്രയാൻ 2 ചന്ദ്രന്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന എത്രാമത്തെ രാജ്യം എന്ന നേട്ടമാണ് ഇന്ത്യ കൈവരിച്ചത്? ഉത്തരം. 4ാമത്തെ. ചന്ദ്രയാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച മീറ്റിംഗ്. ഉത്തരം. 1999 ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസസ് മീറ്റിംഗ്. പിന്നീട് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഈ ആശയവുമായി മുന്നോട്ടു പോവുകയും ഇസ്രോയുടെ നേതൃത്വത്തിൽ നാഷണൽ ലൂണാർ മിഷൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുകയും ചെയ്തു. ചന്ദ്രയാൻ 1 ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം. ഉത്തരം. 2003 ഓഗസ്റ്റ് 15. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച തീയതി. ഉത്തരം. 2008 ഒക്ടോബർ 22. ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണ തറയിൽ നിന്ന് PSLV റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. ചാന്ദ്രഭ്രമണത്തിലേക്ക് ചന്ദ്രയാൻ 1 പേടകം എത്തിയ വർഷം. ഉത്തരം. 2008 നവംബർ 8. ചന്ദ്രന് ഒപ്പമുണ്ടായിരുന്ന മൂൺ ഇമ്പാക്ടർ പ്രോബ് ചന്ദ്രനിലെ ഷാക്കിൾട്ടൺ പടുകുഴിക്ക് സമീപം പതിച്ച വർഷം. ഉത്തരം. 2008 നവംബർ 14. ചന്ദ്രയാൻ 2 പേടകത്തിന്റെ രൂപഘടന പൂർണ്ണമാക്കിയ വർഷം. ഉത്തരം. 2009 ഓഗസ്റ്റ്. ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ വിക്ഷേപണം നടന്ന തീയതി. ഉത്തരം. 2019 ജൂലൈ 22. ചന്ദ്രയാൻ 2 ഭ്രമണപഥത്തിലെത്തിയ വർഷം. ഉത്തരം. 2019 ഓഗസ്റ്റ് 20. ജപ്പാനുമായി ചേർന്ന് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ചന്ദ്രനിലെ ധ്രുവ പര്യവേഷണ ദൗത്യത്തിന്റെ പേര് എന്താണ്? ഉത്തരം. ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ ലൂപ്പെക്സ്.
ചാന്ദ്രയാൻ 2 പരാജയപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? ഉത്തരം 2019 സെപ്റ്റംബർ 7 പുലർച്ചെ 1:53 സോഫ്റ്റ് ലാൻഡിങ്ങിന് വെറും 3 മിനിറ്റ് ശേഷിക്കെ 2.1 കിലോമീറ്റർ അകലെയാണ് ചാന്ദ്രയാൻ 2 പ്രാഗ്യാൻ റോവറിനെ വഹിച്ചിരുന്ന വിക്രം ലാൻഡർ പാളിയത്. സുരക്ഷിതമായി ഇറക്കുന്നതിനിടെ വേഗം നിയന്ത്രിക്കുന്നതിലെ വീഴ്ച ലാൻഡർ ഇടിച്ചിറങ്ങി തകരാനിടയാക്കി. വിക്രത്തിൽ ഉപയോഗിച്ചിരുന്ന 800 ന്യൂട്ടൺ ശേഷിയുള്ള 5ാമത്തെ ത്രസ്റ്റർ എഞ്ചിനാണ് അന്ന് വില്ലനായത്.